ഒരുപക്ഷെ നമ്മുടെ മുൻഗാമികളുടെ വിശുദ്ധ ആത്മാക്കളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും 1947 ആഗസ്റ്റ് 15 ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയിൽ നിന്ന് സമരം നടത്താനെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയ ഓരോ ഇന്ത്യക്കാരനും 1000 ആർജവത്തോടെ വിളിച്ചു പറയേണ്ടത് എന്റെ സന്തോഷത്തിന്റെ ദിനമാണ്, എന്റെ ആഘോഷത്തിന്റെ ദിനമാണ്. കാരണം എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥലമാണ്, അല്ലെങ്കിൽ ദിനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് രാജ്യത്തെ ഭരണകൂടങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോ ഒരുപാട് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പ്രതിവിഭാഗത്തിനും അനുകൂല വിഭാഗത്തിനും ഉണ്ടാകാം. അവരോടെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിന്റെ എല്ലാം ഇടയിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം നമ്മൾ മറന്നുപോയിക്കൂടാ. എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്? ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും സമരം ചെയ്തപ്പോ, നെഹ്റുവും ജിന്നയും ആസാദുമെല്ലാം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമര പോരാട്ടം നടത്തിയപ്പോൾ 1947 അർദ്ധരാത്രിയിൽ 2 രാജ്യത്തിന് സ്വാതന്ത്ര്യം തന്നിട്ടാണ് ബ്രിട്ടീഷുകാരൻ പോയത്. ഇവിടെയുള്ള മതവിഭാഗങ്ങളെയും ജനവിഭാഗങ്ങളെയും വ്യത്യസ്തങ്ങളായ ദിശയിലേക്ക് തിരിച്ച് ഇന്ത്യയെ 2ആക്കി വെട്ടിമുറിച്ചിട്ട് ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഹിന്ദുസ്ഥാനുമാക്കി തന്നിട്ട് പോകുമ്പോൾ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അതുപോലെ പാശ്ചാത്യ പൗരത്യ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിൽ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടോ എന്ന് ഓരോ ഇന്ത്യക്കാരനും വിലയിരുത്തിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ മഹാരാജ്യം ഏതെങ്കിലും ഒരു മതക്കാരന്റെ രാജ്യമല്ല. ഇവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും രാജ്യമാണ്. ഹൈന്ദവ സഹോദരന്മാർ ആർഷ ഭാരത സംസ്കാരത്തിന്റെ ചൈതന്യങ്ങൾ ഇവിടെ ഉണ്ടാകാം. അതുപോലെ തന്നെ ക്രൈസ്തവ സഹോദരന്മാർ അവർ ഇന്നലകളിൽ അവിടുന്ന് ദൈവദൗത്യവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ട് സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശങ്ങൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. ബിബ്ലിക്കൽ റഫറൻസുകളും ഗീതയുടെ സന്ദേശങ്ങളും വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശങ്ങളും മനുഷ്യനെ മനുഷ്യനായി കാണാനും ഇന്ത്യക്കാരനാണെങ്കിലും പേർഷ്യക്കാരനാണെങ്കിലും പൗരത്വനാണെങ്കിലും പടിഞ്ഞാറനാണെങ്കിലും എവിടെയാണെങ്കിലും മാനുഷികമായ മൂല്യങ്ങളെ സംരക്ഷിക്കണമെന്നാണ് മതദർശനങ്ങളും വിശിഷ്യ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആനും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആധുനിക ഇന്ത്യയുടെ ചുറ്റുപാടിൽ മതങ്ങളുടെ വേർതിരിവോടുകൂടി ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഇന്നലെ മാതൃഭൂമിയിൽ വന്ന ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. നമ്മുടെ അയൽ രാജ്യമായ ചൈന നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുവാനും ഒരുപക്ഷെ ഒരു അധിനിവേശത്തിന് ശ്രമിക്കുവാനും ചിന്തിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ജാഗരൂകരായി ഈ രാജ്യത്തെ ഒരുമയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ഇവിടെയുള്ള എല്ലാ മീഡിയകളും രാജ്യത്തെ സ്നേഹിക്കുന്നവരും വിളിച്ചു പറയുമ്പോൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരോട്, മുസ്ലിം സഹോദരന്മാരോട്, ക്രൈസ്തവ സഹോദരന്മാരോട്, ബുദ്ധമതക്കാരോട്, മതമില്ലാത്തവരോട് എല്ലാവരോടും വിളിച്ചു പറയാനുള്ളത്, മുല്ലയും റോസയും ജമന്തിയും എല്ലാം ഒരുമിച്ച് വിസരിച്ചു നിൽക്കുന്ന ഇന്ത്യയായ പൂന്തോട്ടം, ഈ പൂന്തോട്ടത്തെ മതത്തിന്റെയും വർഗത്തിന്റെയും ഡിസ്ക്രിമിനേഷൻ വരുത്തിയിട്ട് ഇവിടെ എന്തൊക്കെയോ നേടിയെടുക്കാൻ പല ദുരൂഹ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് വശംവദരാകാതെ എന്റെ ഇന്ത്യ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും എല്ലാ മതക്കാരന്റെയും രാജ്യമാണെന്ന് മനസ്സിലാക്കി ഒരുമയോടെ എന്റെ ഇന്ത്യ എന്റെ ഭാരതം എന്ന ചിന്തയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ രാജ്യത്തിനാണ് വരിക. ഹൈന്ദവൻ മരിച്ചാലും ക്രൈസ്തവൻ മരിച്ചാലും ഈ റോഡിൽ കിടന്നുകൊണ്ട് ജീവനോട് മല്ലടിക്കുന്നത് ഏതു മനുഷ്യനാണാലും ശരി, അവന്റെ മതത്തെക്കാളുപരി അവന്റെ മാനുഷികമായ മൂല്യത്തെ പരിഗണിക്കാൻ പരസ്പരം നമുക്ക് സാധിക്കുമ്പോഴേ ഈ രാജ്യത്തെ വലുതാക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. മറ്റെല്ലാ രാജ്യത്തെക്കാളും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നവർ, 22 ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വൈഭിന്നങ്ങളും വൈജാത്യങ്ങളുമായ വീക്ഷണങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായ ഇന്ത്യ മഹാരാജ്യത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സ്നേഹത്തോടുകൂടി സമീപിക്കണം. ഇത് പറയുമ്പോൾ മുസ്ലിംകൾ ഈ രാജ്യത്തെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്താറുണ്ട്. ഒരിക്കലും അതൊരു മുസ്ലിം ഇന്ത്യയെ കെട്ടിപ്പടുക്കാനല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതാരായിരുന്നു?
മുഗളന്മാരായിരുന്നു. അക്ബറിന്റെയും അതുപോലെ തന്നെ ഔറംഗസീബിന്റെയും അടക്കമുള്ള തുഗ്ലക്കടക്കമുള്ള ഭരണാധികാരികൾ മുഗളന്മാരുടെ കയ്യിൽ ഈ രാജ്യം മുഴുവനും ഇതിനേക്കാൾ വലിയ വിസ്തൃതിയോടുകൂടി കയ്യിലമർന്നിരുന്നപ്പോ അക്ബറോ ഔറംഗസീബോ തുഗ്ലക്കോ ഷെർഷയോ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കണമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ആ നിമിഷം ഞൊടിയുടെ കൊണ്ട് ഇന്ത്യയെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭരണത്തിന്റെ വ്യവസ്ഥിതിയുടെ നടുവിലും ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ അവർ ശ്രമിച്ചില്ല. അതുകൊണ്ട് അക്ബറിന്റെയും അതുപോലെ കഴിഞ്ഞുപോയ മുഗളന്മാരായ ഭരണാധികാരികൾ ബാബർ ചക്രവർത്തി മുതൽ ഇങ്ങോട്ടുള്ള ഈ രാജ്യത്തെ സ്നേഹിച്ച ഇതിന്റെ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിച്ച ഇന്നും നമ്മുടെ അമരത്ത് അഥവാ നമ്മുടെ ഭരണസിരേ കേന്ദ്രമായ ഡൽഹിയിൽ മുഗളന്മാരുടെ ഭരണത്തിന്റെ ചൈതന്യങ്ങൾ ഇപ്പോഴും തുടിപ്പോടുകൂടി നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം എടുത്തു പറയുമ്പോൾ ഷാജഹാനിന്റെയും ബാബറിന്റെയും അക്ബറിന്റെയും ഔറംഗസീബിന്റെയും തുഗ്ലക്കിന്റെയും ഭരണങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ചരിത്രം വിലയിരുത്താൻ കഴിയില്ല. അത്രയും കൃത്യമായ അനാവരണങ്ങൾക്ക് വിധേയമാകുന്ന വിധം രാജ്യത്തിന് മഹനീയമായ ചരിത്രത്തിന്റെ തെളികൾ അടയാളപ്പെടുത്തി തന്ന മഹത്വങ്ങളായ മുൻഗാമികളാരും ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിച്ചില്ല. ഇവിടെയുള്ള ഹൈന്ദവരെ കണ്ണുരുട്ടി ഭയപ്പെടുത്തിയില്ല. ഇവിടെയുള്ള ക്രൈസ്തവരോട് വിദ്വേഷം കാണിച്ചില്ല. ഇവിടെയുള്ള മുസ്ലിംകൾക്കെതിരെ യുദ്ധം നടത്തിയില്ല. വാവനും അയ്യപ്പനും ഒരുപോലെ നിന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിനുള്ളത്, നമ്മുടെ കേരളത്തിന്റെ ഇന്നലകൾക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമയോടെ സ്വരുമയോടെ മുന്നോട്ട് പോയി ഈ രാജ്യത്തെ ബഹുമത സമൂഹങ്ങളെയും വിഭിന്ന സംസ്കാരങ്ങളെയും സൗഹാർദ്ദത്തോടെ സ്വീകരിക്കാൻ ഇന്ത്യക്കാരായ നമുക്ക് കഴിയണം. ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ മഹാരാജ്യം, ഈ ഇന്ത്യ മഹാരാജ്യം 63ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോ ഈ രാജ്യത്തെ ആപാദചൂടം ഞെട്ടിത്തരിപ്പിച്ച ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പിന്നിൽ മുസ്ലിംകൾ പ്രതികളല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ പിന്നീട് കേട്ട ഏറ്റവും വലിയ ദീനരോധനം ഏതായിരുന്നു? ഈ രാജ്യങ്ങളുടെ ആദ്യത്തെ ദുഃഖമേതായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിന്റെ ഒന്നാമത്തെ ദുഃഖമേത്? ഈ രാജ്യത്തിന് വേണ്ടി അർദ്ധനഗ്നനായി അഹിംസാ സിദ്ധാന്തത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരുന്ന ഈ രാജ്യത്തിന്റെ ധീരദേശാഭിമാനിയും അതോടൊപ്പം രാഷ്ട്രത്തിന്റെ പിതാവുമായ മഹാത്മാഗാന്ധി വധിക്കപ്പെടുകയായിരുന്നു. ആരാണ് വധിച്ചു കളഞ്ഞത്? ആ ഘാതകനെ വിലയിരുത്തേണ്ടത് മതത്തിന്റെ പേരിലല്ല. ഒരുപക്ഷെ ഹൈന്ദവനായിരിക്കാം, ഒരുപക്ഷെ ക്രൈസ്തവനായിരിക്കാം, ഒരുപക്ഷെ മുസ്ലിമായിരിക്കാം. അതിന്റെ പ്രൈമറി അന്വേഷണം അങ്ങനെയാകാം. അവിടെ മതത്തിന്റെ പേരിലല്ല വിലയിരുത്തേണ്ടത്, മറിച്ച് രാജ്യദ്രോഹി എന്ന നിലക്കാണ് വിലയിരുത്തേണ്ടത്. എന്നാൽ അവിടെ മതം നോക്കാനോ ഈസം നോക്കാനോ ആളുകൾ പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിന് നഷ്ടമാണ്. എന്നാൽ അതിന്റെ അന്വേഷണം അവസാനിക്കുമ്പോൾ ഗോഡ്സെയുടെ കുടുംബം പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പിന്നിലുള്ള പ്രതികൾ മുസ്ലിങ്ങളല്ല. നാം വ്യക്തമായി വിലയിരുത്തണം. എന്നാലോ ഈ കഴിഞ്ഞ ലക്കം കലാകൗമുദി പരിശോധിച്ചു നോക്കിയാൽ ഗോഡ്സെയുടെ കുടുംബത്തോട് പോലും മാപ്പ് കൊടുക്കണമായിരുന്നു. അതാണ് ബാപ്പുജിയുടെ മാനസികമായ ആത്മീയമായ ചൈതന്യത്തോടുള്ള പ്രതിബദ്ധതയെന്ന് ഗാന്ധി കുടുംബം ഒന്നടങ്കം വിളിച്ചു പറയുമ്പോ ഈ ലക്ക കലാകൗമുദിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനോട് ബാപ്പുജിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ പ്രതിബദ്ധത ഗോഡ്സെയെ വിട്ടയക്കുകയായിരുന്നു എന്ന്. വളരെ വിശാല മനസ്കതയോടുകൂടി ചിന്തിക്കാൻ ഒരു സമൂഹത്തെ അഹിംസാ സിദ്ധാന്തത്തിലേക്ക് പഠിപ്പിച്ചു വെച്ച ഗാന്ധിജിയുടെ വധമാണ് ഇന്ത്യ കണ്ട സ്വതന്ത്ര ഭാരതം കണ്ട ആദ്യത്തെ ട്രാജഡി. അതിന്റെ പിന്നിലുള്ള പ്രതികൾ മുസ്ലിങ്ങളല്ല. ഇങ്ങോട്ട് പല സംഭവങ്ങളും അതുപോലെ അരങ്ങേറുകയുണ്ടായി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇന്ദിരാഗാന്ധിയുടെ വധം നിങ്ങൾക്കറിയില്ലേ? രാജീവ് ഗാന്ധിയുടെ വധം നിങ്ങൾക്കറിയില്ലേ? ബാബരി മസ്ജിദിന്റെ തകർച്ച നിങ്ങൾക്കറിയില്ലേ? ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തിനെതിരെ വെല്ലുവിളിയും സമരങ്ങളും അല്ലെങ്കിൽ സ്ഫോടനങ്ങളും നടന്നപ്പോ അതിന്റെ ഒന്നും പിന്നിൽ പ്രതികളായി പ്രവർത്തിച്ചത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗമായിരുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ അഭിപ്രായത്തിൽ, രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ അത് മതത്തിന്റെ കണ്ണിലൂടെയല്ല നോക്കേണ്ടത്, രാജ്യത്തിന്റെ കണ്ണിലൂടെയാണ്. ഏത് മതക്കാരനാണെങ്കിലും അവൻ